ഗുഡ് മോർണിംഗ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ 3rd പാർട്ടാണ് കേട്ടോ. അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് മക്കൾക്ക് ഡൗട്ട് വരുന്ന ഒരു ഭാഗമാണ്. പക്ഷേ സിമ്പിളാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. വാട്ട് ഈസ് അയണൈസേഷൻ എൻതാൽപ്പി? Ionization enthalpy of an element is the minimum amount required to remove the most loosely bound electrons from the outermost shell of an isolated gaseous atom of the element. ഇവിടെ ഇപ്പോൾ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ ഒരു അയോണിക് ബോണ്ടിങ് നടക്കുകയാണ്. ഇവിടെ പുറമേയുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ചില ആറ്റങ്ങൾക്ക് ഇവിടെ ഇതിനിപ്പോൾ 7 ഇലക്ട്രോണാണുള്ളത്. നോക്കിയേ, 1 2 3 4 5 6 7. എല്ലാ ആറ്റങ്ങൾക്കും അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണമെന്നായിരിക്കും ആഗ്രഹം. അപ്പോഴാണ് അവർക്കൊരു സ്ട്രോങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ റിയാക്ഷൻ നടക്കുന്ന മറ്റ് ആറ്റത്തിൽ നിന്നും ഒന്നിനെ ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ ഈ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ കൊടുക്കണമല്ലോ. ഇതിൽ നമ്മുടെ സോഡിയമാണ് കൊടുക്കുന്നത്. സോഡിയം ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുക്കുകയാണ്, ഒന്നിനെ ഡൊണേറ്റ് ചെയ്യാണ്. ഈ ഡൊണേറ്റ് ചെയ്യാൻ ഒരു ഊർജം ആവശ്യമാണ് സോഡിയത്തിന് ഒരു ഇലക്ട്രോണിനെ ക്ലോറിനിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എനർജി ആവശ്യമുണ്ട്. ആ എനർജീനെയാണ് നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സോഡിയത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 ഷെല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇതിനും 8 ഇലക്ട്രോണായി മാറി. കണ്ടോ? അങ്ങനെയാണ് ഇവർ റിയാക്ട് ചെയ്യുന്ന ആ ഒരു എനർജീനെയാണ് നമ്മൾ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇത് ഗ്രൂപ്പിൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ഡിക്രീസ് ചെയ്യാണ് അയണൈസേഷൻ എൻതാൽപ്പി. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഗ്രൂപ്പിലെ മുകളിലുള്ള ഇപ്പോൾ ഹൈഡ്രജന് ഒരു ഷെല്ലാണ് ഉണ്ടാവുക. ഹൈഡ്രജന് ഒരു ഷെല്ലായിരിക്കും ഉണ്ടാവുക. ഇതിനുണ്ടല്ലോ ലിഥിയം ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പത്താണ് നമ്മൾ എടുക്കുന്നത്. അതിന് 2 ഷെല്ലുണ്ടാവും. ഇനി സോഡിയം ആണെന്നുണ്ടെങ്കിലോ 3 ഷെല്ലുകൾ ഉണ്ടാവും. ഇങ്ങനെ 3 ഷെല്ലുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എനർജി നമ്മുടെ അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്താ ഈ ഷെല്ലുകളുമായിട്ടുള്ള ബന്ധം? നടുവിൽ ആരുണ്ടാവും? ഇവിടുത്തെ ന്യൂട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഉണ്ടാവും അല്ലേ? ഇതിൻ്റെ സെൻട്രലായിട്ട് ഈ സെൻട്രലിലുള്ള ആളുകളുമായിട്ട് ഇവർക്ക് എന്ത് കുറയും? ഷെല്ലുകൾ കൂടുന്നതിനനുസരിച്ച് ഇവർക്ക് അകൽച്ച കൂടി വരികയാണല്ലേ? ഈ ഇലക്ട്രോൺസും ഈ ന്യൂട്രോണും പ്രോട്ടോണുമായിട്ടുള്ള അകൽച്ച കൂടി വരികയാണ് ചെയ്യുക. അപ്പം ഇവർ അയണൈസേഷൻ എൻതാൽപ്പി കുറച്ച് മതി. ഈ ഷെല്ലുകൾ കൂടുതലുള്ളപ്പോൾ ഇവിടെ ഉള്ള അത്രയും എനർജി വേണ്ട കൂടുതൽ ഷെല്ലുള്ളതിന്. കാരണം എന്താണെന്നറിയോ? അടുത്ത് നിന്ന് ഈ ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും അടുത്ത് നിന്ന് ഈ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എനർജി ആവശ്യമാണ്. ഷെൽ നമ്പർ കൂടുമ്പോൾ ഇവരിൽ നിന്നും അകൽച്ച കൂടുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് പുറത്തേക്ക് ചാടാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയും
സാറുമായിട്ട് നല്ല ഒരു അടുപ്പുണ്ട് അല്ലേ? ആ കുട്ടിക്കാണോ ബാക്ക് ബെഞ്ചിൽ ഡോറിൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിക്കാണോ പുറത്തേക്ക് പോകാൻ എളുപ്പമുണ്ടാവുക? ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടിക്കല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ ഈ പുറമേയുള്ള ഷെല്ലിൽ നിന്നും പുറത്തേക്ക് പോകാനാണ് ഇലക്ട്രോൺസിന് എളുപ്പം ഇവരിൽ ഉള്ളിലുള്ള ഷെല്ലുകളെക്കാളും. അപ്പോൾ അതിന് എനർജി കുറച്ച് മതി. അതുകൊണ്ടാണ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എസ് ബ്ലോക്ക് എലമെൻസിനാണ് ഏറ്റവും കുറവ് അയണൈസേഷൻ എൻതാൽപ്പി നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആവശ്യമുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ അപ്പോൾ ഏതിനാവും? ഏറ്റവും കുറവ് അയണൈസേഷൻ എൻതാൽപ്പി ഒന്നാമത്തെ ഗ്രൂപ്പിനാണ്. ഏറ്റവും കൂടിയത് ഏതിനാവും? 18th ഗ്രൂപ്പ് കേട്ടോ, ലാസ്റ്റ് ഗ്രൂപ്പിനാവും ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ടാവുക. ഇവരിൽ നിന്ന് തന്നെ ഫസ്റ്റ് ഉള്ളവരെക്കാളും അയണൈസേഷൻ എൻതാൽപ്പി കുറവ് സീഷ്യം, ഫ്രാൻസിയം ഇതിനൊക്കെയാണ്. ഏറ്റവും താഴെ വരുന്നതല്ലേ, അപ്പോൾ അവർക്ക് ഷെൽ നമ്പർ കൂടി കൂടി വരികയല്ല ചെയ്യാം. ക്ലിയർ ആണോ? ഇനി ഒരു പീരിയഡിൽ എന്താ ഉണ്ടാവുക? ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഒരു പീരിയഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ പോകുന്നതാണ് പീരിയഡ്, ഇത് ഗ്രൂപ്പ്. ഈ പീരിയഡിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഷെൽ നമ്പർ. ഷെൽ നമ്പറിന് ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, പീരിയഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന പീരിയഡിലുള്ള എല്ലാ ആറ്റങ്ങൾക്കും ഒരു ഷെല്ല് മാത്രമാണ് ഉണ്ടാവുക. ഇനി സെക്കൻഡ് പീരിയഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം 2 ഷെല്ലുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഷെൽ നമ്പറിൽ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാവുന്നത്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവുന്നുണ്ട്, ഷെൽ നമ്പറിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ന്യൂക്ലിയസിൽ നിന്നും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിന് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഷെൽ നമ്പർ കൂടുന്നില്ലല്ലോ. ഷെൽ നമ്പർ കൂടാത്തത് കൊണ്ട് തന്നെ ഇതാ ഇവിടെ ഇപ്പോൾ ഇവിടെയും ഇനിയുള്ള രണ്ടാമത്തെ ആറ്റങ്ങൾക്ക് 2 ഷെൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ രണ്ടാമത്തെ പീരിയഡിൽ. അപ്പോൾ ഇവിടെ നടുവിലെ ന്യൂക്ലിയസുമായിട്ട് ഇവർ അട്രാക്ഷൻ കൂടി വരികയാണ്. ഇവരുടെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, പക്ഷേ ഷെൽ നമ്പർ കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ പീരിയഡിൽ ഇവർക്ക് കൂടുതലാണ്? അയണൈസേഷൻ എൻതാൽപ്പി കൂടി വരികയാണ് ചെയ്യുക. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നിടത്തോളം ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ഇവിടെ 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിന് 5, 6, 7 എന്ന് പറഞ്ഞ് ബോറോൺ, കാർബൺ ഇങ്ങനെ പറഞ്ഞിട്ട് നൈട്രജനൊക്കെ കണ്ടോ ചാർജ് കൂടി വരുന്ന ഈ ഒരു ചിഹ്നം കണ്ടില്ലേ? ഇത് ഈ കുറവ്, ഈ വായ തുറന്ന ഭാഗം കൂടുതൽ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കൂടി വരും തോറും എന്താ കൂടുന്നേ? ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ എന്തും കൂടും? അയണൈസേഷൻ എനർജിയും കൂടുതൽ വേണം. ഓക്കെ, ഇപ്പോൾ അയണൈസേഷൻ എനർജി ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. എന്താ നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുമ്പോൾ ഇതാ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാ 1, 2 ഈ ഗ്രൂപ്പുകാരാണ് എസ് ബ്ലോക്ക് എലമെൻസ്. ഇവർ എപ്പോഴും +1, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പറഞ്ഞില്ലേ ഇലക്ട്രോൺസിനെ എങ്ങനെ കൊടുക്കുകയെന്ന്. ഈ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺസിനെ കൊടുക്കുന്നവരാണ് ഒന്നാമത്തെ ഗ്രൂപ്പുകാർ 1 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നവരാണ്. ഇനി 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നവരായിരിക്കും രണ്ടാമത്തെ ഗ്രൂപ്പ് ഫുള്ള്. അപ്പോൾ +1, +2
ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഇനി അവിടെ എന്താണ് പിന്നെ ഈ +1 എന്ന് പറയാൻ കാരണം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും വസ്തു കൊടുത്തു, അപ്പോൾ അവർക്ക് പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. ഇലക്ട്രോണിന് എപ്പോഴും നെഗറ്റീവ് ചാർജ്, ആ ഒരു നെഗറ്റീവ് ചാർജിന് അങ്ങോട്ട് കൊടുക്കുക ചെയ്ത്, അപ്പോൾ നമുക്ക് പോസിറ്റീവ് ചാർജായി. അപ്പോൾ ഈ കൊടുത്ത ആൾക്കാണ് +1. ഓക്കെ, +1ഉം +2 ആണ്, രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ +2. ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സ് ജനറലി എക്സിസ്റ്റ് സോളിഡ് സ്റ്റേറ്റ്, എസ് ബ്ലോക്കിൽ കൂടുതലായിട്ടുള്ളത്. പിന്നെ സീഷ്യം is a metal having very low melting point, but hence it exists to liquid state in warm days. പിന്നെ ഫ്രാൻസിയം ആൻഡ് റേഡിയം റേഡിയോ ആക്റ്റീവ് ഇൻ നേച്ചർ, റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ആണ് കേട്ടോ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഓരോ പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇനി പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടർ എന്താണ്? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പ് ടു ഏത് ഗ്രൂപ്പ് വരെയാ? 13th മുതൽ 18th വരെയാണ്. കണ്ടോ, നമ്മൾ പിന്നെ പീരിയഡ് പറഞ്ഞപ്പോൾ ഇവരെ 3 വരെയാ പറഞ്ഞത്. ഇവരെ സെക്കൻഡ് ബ്ലോക്കിൽ ഇങ്ങനെ വരുമ്പോൾ ഡി ബ്ലോക്കിന് ഈ കോളം വരൂല. അപ്പോൾ സെക്കൻഡ് ബ്ലോക്കിൽ നമുക്ക് എസ് ബ്ലോക്കിൻ്റെത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് പോണത്. ഡി ബ്ലോക്ക് വീണ്ടും കുറച്ചും കൂടി താഴേക്ക് ആയതുകൊണ്ട് ഡി ബ്ലോക്കിൽ രണ്ടാം പീരീഡിലുള്ളവരില്ല. ഓക്കെ, അതുകൊണ്ട് ഇവരാണ് ഇങ്ങനെ പോണത്. അതുകൊണ്ടാണ് ഇതിനെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് കേട്ടോ. ഇനി പി ബ്ലോക്ക് എലമെന്റ്സ് ആർ എക്സിബിറ്റഡ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവർ പോസിറ്റീവും നെഗറ്റീവും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ടെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞാൽ? കൊടുക്കുന്നുണ്ട്, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട്. പിന്നെ പി ബ്ലോക്ക് എലമെന്റ്സ് ഇൻക്ലൂഡ് മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ആൻഡ് നോബിൾ ഗ്യാസസ്. മനസ്സിലായോ? ഇവിടെ ഈ ഒരു ഗ്രൂപ്പാണ് നോബിൾ ഗ്യാസ് കേട്ടോ. ഇതാണ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ള ഗ്രൂപ്പ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് മക്കളെ. ദേ ആർ പ്ലേസ്ഡ് ഇൻ 3 to 12 ഗ്രൂപ്പ് കേട്ടോ. 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ളതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. The electron are being gradually filled up the penultimate shell. നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, 4th എസ് ബ്ലോക്കിൽ നിറഞ്ഞതിന് ശേഷമാണ് 3rd ഷെല്ലിലെ ഡി ബ്ലോക്കിലേക്ക് ഇലക്ട്രോൺസ് നിറയുന്നതെന്ന് പറഞ്ഞില്ലേ. അതാണ് ഇലക്ട്രോൺസ് പിന്നെ പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഫില്ലാവുന്നതെന്ന് പറഞ്ഞത്. പെനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ പുറമെ ഉള്ളതിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ല്. പിന്നെ ആൾ ദ ബ്ലോക്ക് എലമെന്റ്സ് ആർ മെറ്റൽസ്. മെറ്റൽസ് ആണ് എല്ലാ എലമെന്റ്സും ഡി ബ്ലോക്കിലെ. ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. ശ്രദ്ധിക്കണം, ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും കൂടെ ഡി ബ്ലോക്കുകാർക്ക് പേരുണ്ട്. ദ കോമൺ ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ജനറലി കളേർഡ്. നല്ല കളർഫുൾ ആയിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഗ്രൂപ്പ്സിലും പീരിയഡ്സിലും ഇത് കുറേ സാമ്യത കാണിക്കുന്നുണ്ട്, സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. നമുക്കറിയാം ഇതൊക്കെ ഡി ബ്ലോക്ക് എലമെന്റ്സാ. ഇവര് ഗ്രൂപ്പുകാർ നോക്കിയേ, ഏത് ഗ്രൂപ്പ് നമ്പർ? 3, 4, 5, 6 ഇങ്ങനെയാണ് ഗ്രൂപ്പ് പോണത്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ താഴേക്ക് പോണതാണ് ഗ്രൂപ്പ്. അപ്പം ഗ്രൂപ്പ് നമ്പർ വരുന്നത് ഇങ്ങനെ. പക്ഷെ ഇവരൊക്കെ ഡി ബ്ലോക്കിൽ പെട്ടവരാണ്. 3D1 4s2, 3D2 4s2, 3D3 4s2. പിന്നെ ഇതിൽ 2 എണ്ണം ചേഞ്ച് ഉണ്ടാവും അല്ലേ, ക്രോമിയവും കോപ്പറും. ഇവർക്ക് എങ്ങനെയുണ്ട്? 4s 1ഉം
3Dയിൽ 5 ആണ് ക്രോമിയത്തിന് ഉണ്ടാവുക. അതുപോലെ കോപ്പർ എവിടെ? കോപ്പർ അതെ ഇതിലും 4s 1 3Dയിൽ 10 ആണ് ഉണ്ടാവുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒഴിച്ച് ബാക്കി എല്ലാതും പീരിയഡിലും ഗ്രൂപ്പിലും സിമിലാരിറ്റി കാണിക്കും. ഓക്കെ, ഇനി ഡി ബ്ലോക്കിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. ഇവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പല സമയത്തും പലതും ആയിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മൾ ഒന്ന് പഠിക്കേണ്ടതുണ്ടത്. ഇവിടെ ഫെറസ് ക്ലോറൈഡിൻ്റെയും ഫെറിക് ക്ലോറൈഡിൻ്റെതും നമ്മൾക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. FeCl2 ആണ് ഫെറസ് ക്ലോറൈഡ്. ഇതിനെ നമ്മൾക്ക് ഹിൻസ് ആയിട്ട് തരും ഒന്നിൻ്റെത്. ഇവിടെ Clൻ്റെത് തന്നിട്ടുണ്ട് -1 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ Feൻ്റെതാണ് നമ്മൾ കാണേണ്ടത്. Clൻ്റെ നമുക്ക് തന്നു. അപ്പോൾ Feക്ക് നമ്മൾ ഒരു എക്സ് കൊടുക്കാം. Fe ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് x × 1 കൊടുത്തു. ഇനി പ്ലസ്, പിന്നെ Clൻ്റെ വാല്യൂ നമുക്കറിയാം -1 ആണ്. Cl 2 ഉള്ളതുകൊണ്ട് -1 × 2 കൊടുത്തു. ഇതിൻ്റെ ആൻസർ എപ്പോഴും 0 ആവും. ഈക്വൽ 0 കൊടുക്കുക. ഇനി x × 1 എന്ന് പറഞ്ഞാൽ x തന്നെ, പിന്നെ 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതിന് മൈനസ് ചേർത്ത് കൊടുത്താൽ -2 ഈക്വൽ 0. ഇനി എക്സ് നമുക്ക് കാണണം. Feനല്ലേ നമുക്ക് കാണണ്ടേ, അതാണല്ലോ എക്സ്. ഈ എക്സ് ഈക്വൽ എന്ന് പറയുമ്പോൾ പിന്നെ ഈ -2നെ ഈക്വലിൻ്റെ ഈ സൈഡൊക്കെ ഇടുമ്പോൾ +2 ആയി മാറി. അപ്പോൾ Feൻ്റെ ആൻസർ +2 ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് Feക്ക് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടിയിട്ടോ. ഇനി നോക്കി, ഇതേ Feക്ക് തന്നെ ഫെറിക് ക്ലോറൈഡ് ആയപ്പോൾ Feക്ക് മറ്റൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മൂലകത്തിന് തന്നെ ഇടയ്ക്കിടയ്ക്ക് പലതരം ഓക്സിഡേഷൻ സ്റ്റേറ്റ് പല സ്വഭാവം കാണിക്കുന്നു കേട്ടോ. അപ്പം x × 1 എങ്ങനെ കിട്ടിയേ? Fe ഒന്നേ ഉള്ളൂ, അപ്പോൾ Feക്ക് നമ്മൾ x കൊടുത്തു, അതുകൊണ്ട്. ഇനി Clന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് -1 എന്നല്ലേ, അപ്പോൾ -1, പിന്നെ Cl3 ഉള്ളത് കൊണ്ട് തന്നെ × 3 കൊടുക്കുക. -1 × 3 ഈക്വൽ 0. ഇനി ഇവിടെ x × 1 എന്ന് പറയുമ്പോൾ x തന്നെ, പിന്നെ -1 × 3 3 കിട്ടും. അതിന് മൈനസ് ചാർജ് കൊടുത്താൽ -3 ഈക്വൽ 0. എക്സ് കൊടുത്തു, x ഈക്വൽ -3നെ ഈക്വലിൻ്റെ ഈ സൈഡൊക്കെ ഇടുമ്പോൾ +3 ആയി മാറും. അപ്പോൾ Feൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായി? +3 ആയി. അപ്പോൾ മനസ്സിലായോ? Feക്ക് +2 ഇവിടെ വന്നു, ഇവിടെ +3 വന്നു ഇല്ലേ. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻസിന് ഓക്സിഡേഷൻ ഡിഫറെൻ്റ് ആണ്, പല സമയത്തും പലതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇതൊന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോമ്പൗണ്ട്സുകൾ തന്നിട്ടുണ്ട്. ഇവിടെ മാംഗനീസിന് മാറി മാറി വരുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എഴുതി കൊടുക്കണം. എന്നിട്ട് അതിന് ഇലക്ട്രോൺ കോൺഫിഗറേഷനും കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സിമ്പിളാണ് കേട്ടോ. നോക്കിയേ, മാംഗനീസ് ഡൈ ഓക്സൈഡ് അല്ലേ, ഇതാ MnO2. MnO2ന് എങ്ങനെ വരുന്നത്? ഇവിടെ MnCl2ൻ്റെത് കൊടുത്തിട്ടുണ്ട് +2, എന്നിട്ട് ഇവിടെ എങ്ങനെ എഴുതാനും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. MnO2ൻ്റെത് നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. MnO2 എന്ന് പറയുമ്പോൾ Mnന് ഇവിടെ ഹിൻസായിട്ട് -2, ഓക്സിജന് -2 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ Mn എന്നുള്ളതിന് x കൊടുത്തു. Mn ഒന്നേ ഉള്ളൂ, അപ്പോൾ x × 1 കൊടുത്തു, പ്ലസ് പിന്നെ O2ന് എന്താ -2 ആണ്, അത് 2 ഉള്ളത് കൊണ്ട് തന്നെ -2 × 2 കൊടുത്തു, ഈക്വൽ 0. ഇനി x × 1 എന്ന് പറയുന്നത് x ആണ്, -2 × 2 -4 ഈക്വൽ 0. പിന്നെ എക്സിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഈക്വലിൻ്റെ ശേഷം
-4നെ കൊടുക്കുമ്പോൾ +4 ആയി. അപ്പോൾ മാംഗനീസിൻ്റെ വാല്യൂ എന്തായി? +4 ആയി. കണ്ടോ? MnO2 മാംഗനീസ് ഡൈ ഓക്സൈഡിൽ മാംഗനീസിൻ്റെ വാല്യൂ +4 ആയി മാറി. ഇനി ഇവിടെ Mn2O2 ആണ്, മാംഗനീസ് ട്രൈ ഓക്സൈഡ് ആണ് അല്ലേ. Mn2O3. അപ്പോൾ മാംഗനീസിന് X കൊടുത്തു × 2 കൊടുത്തു. Mn2 ഉണ്ട്, അതുകൊണ്ടാണ് 2 കൊടുത്തത്. ഇനി ഇതാ ഓക്സിജന് -2 ആണ്. ഓക്സിജൻ ഇവിടെ 3 എണ്ണം ഉണ്ട്, അതുകൊണ്ട് തന്നെ -2 × 3 കൊടുത്തു =0. ഇനി X × 2 എന്ന് പറയുമ്പോൾ 2x പ്ലസ് 2 × 3 എന്ന് പറയുമ്പോൾ 6, അതിന് മൈനസ് ചാർജ് കൊടുത്തു -6 0. ഇനിയോ? ഇനി 2x കണ്ടുപിടിച്ചു, ഇതിനെ ഈക്വലിൻ്റെ ശേഷം ഇടുമ്പോൾ +6. ഇനി നമുക്കിവിടെ 2x കിട്ടിയിട്ടില്ല, നമുക്ക് ഒരു എക്സിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ +6 ഡിവൈഡഡ് ബൈ ഈ 2 ചെയ്യാം. അപ്പോൾ 3 കിട്ടും അല്ലേ. 3ക്ക് പോസിറ്റീവ് ചാർജ് കൊടുക്കുക, +3 കിട്ടി. അപ്പോൾ Mnന് +3 കിട്ടി. മനസ്സിലായോ? ഇപ്പോൾ നമുക്ക് ഇവിടുത്തതും കിട്ടി. മനസ്സിലായോ? MnO2നും കിട്ടി, MnO3ക്കുള്ളതും കിട്ടി അല്ലേ. +4ഉം +3ഉം ആണ് കിട്ടിയത്. ഇനി നോക്കിയേ, ഇൻ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ഇതാ ഈ ഡി ബ്ലോക്കിനാണല്ലോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞത്. ദെയർ ഈസ് ഓൺലി a slight energy difference between the outermost subshell and penultimate T subshell. As a result, under favorable condition, electron from the D subshell also take part in the chemical reaction. That is why transition elements show variable oxidation state. ഇതാ കണ്ടില്ല, ഇപ്പോൾ നമ്മൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് കണ്ടല്ലോ. ഇപ്പോൾ ഇനി നോക്കി, നമ്മൾ ആ കോളത്തിലുള്ളത് ഇത് പറഞ്ഞുതരാം എങ്ങനെ എഴുതണ്ടേ എന്നുള്ളത് കേട്ടോ. ഇവിടെ മാംഗനീസിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലാണ് ഇത് എഴുതാൻ പറ്റുള്ളൂ. മാംഗനീസിൻ്റെത് 25 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ എഴുതുന്നത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മാംഗനീസിന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെടും. +2 ആയതുകൊണ്ട് 2 ഇലക്ട്രോൺസ്, +3 ആണെങ്കിൽ 3 ഇലക്ട്രോൺ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് നഷ്ടപ്പെടുന്നത്. ഇവിടെ ഡി സബ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്നത് ഉണ്ടെങ്കിലും ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുമ്പോൾ 4 ആണ്. അതുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് പോകുമ്പോൾ 4s 2 ആണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1s2 2s2 2p6 3s2 3p6 3d5 4s 2 മൈനസായി പോയി. അപ്പോൾ മാംഗനീസിന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകുമ്പോഴുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് എഴുതുക. ഇനി +3 ആകുമ്പോഴോ? +3 ആകുമ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് 2 പോവും, അതിൻ്റെ അടുത്ത ഷെല്ലിൽ നിന്ന് ബാക്കി പോവും. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? എഴുതി നോക്കാം അല്ലേ. 1s2 2s2 2p6 3s2 3p6 3d. ആ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4s 2 പോയി, ബാക്കി 3 പോണ്ടേ. അപ്പോൾ 3d ഒന്നും കൂടെ പോയാൽ 3d4 എന്നുണ്ടാവും. മനസ്സിലായോ? ഇനി മാംഗനീസിന് +7 ആണെന്നുണ്ടെങ്കിലോ? +7 ആണെന്നുണ്ടെങ്കിൽ കാണിച്ചുതരാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് 2 പോകും, ബാക്കിയുള്ളതിന് 5 പോണ്ടേ, 4 7 ആവുള്ളൂ. അപ്പോൾ 3p6 വരെയാണ് ഉണ്ടാവുക കേട്ടോ. 3p6 വരെ. ഇവിടെ ഈ ഷെല്ലിലെ
2 പോയി. പിന്നെ തേർഡ് ഷെല്ലിലെ ലാസ്റ്റ് സബ് ഷെല്ലായിട്ടുള്ള ഡിയിലെ 5 പോയി. അപ്പോൾ 7 ഇപ്പോൾ 3p6 വരെ ഉണ്ടാവും. മാംഗനീസിന് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകുമ്പോൾ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇതാ നല്ല കളർഫുൾ എലമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഇതാ കോപ്പർ, പൊട്ടാസ്യം, കൊബാൾട്ട് ഇതൊക്കെയാണ് നല്ല ഭംഗിയുള്ള നല്ല ക്രിസ്റ്റൽ രൂപത്തിലുള്ള എലമെൻറ്റ്സ് ആണ് അല്ലേ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എവിടെ എഫ് ബ്ലോക്ക് കിടക്കുന്നത്? ഏറ്റവും താഴെ 2 പീരിയഡ് ആയിട്ട് കിടക്കുന്നില്ലേ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്? അതാണ് കേട്ടോ. ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതേപോലെ തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ആക്റ്റിനോയിഡ്സ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. അതിൽ ഉള്ള ഒരു ഗ്രൂപ്പുകാരാണ് ആക്റ്റിനോയിഡ്സ്, ഒരു ഗ്രൂപ്പാണ് ലാന്തനോയിഡ്സ്. അപ്പോൾ ആക്റ്റിനോയിഡ്സ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. ഇത് എന്തിലാണ്? ദീസ് ഇൻക്ലൂഡ് മാൻ മെയ്ഡ് എലമെൻറ്റ്സ് ആസ് വെൽ. ഇത് കൂടുതലും മാൻ മെയ്ഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ഇനി യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം ഇങ്ങനെ 3 എലമെൻറ്റ്സ് ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഫ്യൂവൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നിയോഡീമിയം ഈസ് യൂസ്ഡ് മേക്കിംഗ് സ്ട്രോങ് മാഗ്നറ്റ്സ്. സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സം എലമെൻറ്റ്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ ദ പെട്രോളിയം ഇൻഡസ്ട്രി. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മല്ലേ? നമ്മുടെ റിയാക്ഷനുകളിൽ സ്പീഡ് കൂടാൻ വേണ്ടി ചേർക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ആണ് സീറിയം, ലാന്തനിയം ഒക്കെ കേട്ടോ. ഇനി ഇൻ ദിസ് എലമെൻറ്റ്സ് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ് ഇൻ ദ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ. ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഫില്ല് ചെയ്യുന്നത്, ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാന്ന് പറഞ്ഞു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിനെയാണ് നമ്മൾ പെനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് പറയാം. ഈ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് അതിൻ്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ് ലാസ്റ്റ് എന്നറിയുക. അതുകൊണ്ടാണ് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞത്. പിന്നെ ദേ ആർ നോൺ ആസ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്. അതുകൊണ്ട് ഇവരെ വിളിക്കുന്നത് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.